ഫ്രണ്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഫ്രണ്ട് ഇറങ്ങാതെ ഇന്ന് കിട്ടിയ സംഖ്യ എന്ന് വെച്ചാൽ കൂട്ടിയാൽ കൂടില്ല. അങ്ങനത്തെ പ്രായം ഓരോ പാർക്കിനോണ്ടുണ്ടാക്കാണ്. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ യാത്ര പോകാൻ പോകുന്നത് വയനാട്ടിലേക്കാണ് ഗൈസ്. വയനാട് വയനാട് ട്രിപ്പ് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട്. കുറച്ച് വെച്ചാൽ അടുത്തൊന്നും കഴിഞ്ഞ മാസം അടുത്തൊന്നും വയനാട് പോയില്ല. കുറേ ആയി വയനാട് പോയിട്ട്. അപ്പോൾ നമ്മുടെ യാത്ര വയനാട്ടിലേക്കാണ്. അച്ഛന്മാരെ വയനാട്ടിലേക്ക്. പിന്നെ വേറെ അതില്ല, നമ്മൾ ഇന്നലെ രാത്രി 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിട്ടോ. ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണി 4:30 ആയിട്ട്. 5 മണിക്കാണ് വണ്ടി കൊടുക്കാനുള്ളത്. ഞാൻ ഇന്നലെ രാത്രി 2 മണിക്കായി ഇവിടെ എത്തിയപ്പോൾ. നമ്മുടെ അമ്പാടിയിൽ ആശീർവാദം ആണ് എന്നെ കൊണ്ടുവിട്ടത്. ഇന്നലെ അവിടെ വന്നപ്പോൾ ചെറിയൊരു സീനുണ്ടായി. ചെന്നൊന്നുമില്ല, വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ എന്താ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് പോയാം. ഓക്കെ. ഇപ്പോൾ ഗൈസ് നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഫുള്ളാണ്. പക്ഷെ ഇത്ര ഫുള്ളാക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇങ്ങനെ കിടക്കണം. നമ്മൾ ഇത്ര ഫുള്ളാക്കിയിട്ടില്ല. ഉള്ളിൽ എയർ കുടിക്കുന്നതുകൊണ്ടാണോ എന്തോ. ഇത് പിന്നെ നമ്മൾ എൻജിൻ ഓയിൽ നോക്കണത്. അതും ഓക്കെ ഗൈസ്. അധികം സ്റ്റാർട്ടായിക്കോ. നിൽക്ക് അവിടെ കട്ടെ. 23.2 അല്ലേ? 24 വേണം. 24 മേലക്ക് വേണം, നല്ല സ്റ്റാർട്ടാവുള്ളൂ. ഗൈസ്, നല്ലൊരു മൂൺസി വേറെ ഒന്നുമില്ല. നമ്മുടെ വണ്ടീൻ്റെ ബാറ്ററി ഇറങ്ങി ഗൈസ്. വളരെ സങ്കടത്തോടെ ഞാൻ നിങ്ങളോട് പറയാം. പേടിക്കേണ്ട, നമ്മളിൽ സ്പെയർ ബാറ്ററി ഉണ്ട്. അതൊന്ന് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്തിട്ട് അടിച്ചാൽ സ്റ്റാർട്ടാവും. ഓക്കെ, ഡിക്കി തുറക്കാം. ഇവിടുത്തെ ഡിക്കി തുറക്കാം. ഗൈസ്, ഇവിടെ സ്പെയർ ബാറ്ററി ഉണ്ട്. നമുക്ക് അടിച്ചു നോക്കാം. ഈ 2 കണക്ഷന് നേരെ അയച്ചിട്ട് ഇവിടെ ഇത് കൊടുത്തു നോക്കാം. നമുക്ക് ഞാനൊന്ന് കൊടുക്കട്ടെ. ഓക്കെ, എന്നിട്ട് വരാം. അപ്പോൾ മച്ചന്മാരെ, വണ്ടി സ്റ്റാർട്ടായി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കണക്ഷൻ ഇത് കൊടുത്തപ്പോൾ റെഡിയായി. നമുക്ക് നേരെ ഇത് തിരിച്ച് ഇതിലേക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത പരിപാടി നമുക്ക് ടയറൊന്ന് കൊട്ടി വെക്കണം. പഞ്ചറൊന്ന് കയറാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല. ഇതാഴ്ച വെക്കട്ടെ. നോക്കി ഒന്നും ഒക്കെ റെഡിയാണ്. ഈ സൈഡ് നോക്കിയാ ഒരു ഇരുട്ടില്ലേ? അപ്പോൾ ആർക്കേറ്റ് പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് നേരെ അനുവിനോട് പോവാം. പുള്ളിയോട് മാറ്റാം. നമ്മളെ ഡ്രോപ്പ് ചെയ്താൽ നമ്മൾ ചെക്കനായിട്ട് വന്നിക്കണേ. പാവം കുട്ടീനെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചോണ്ടെന്നാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അമ്പാടി വീട്ടിൽ പോയിട്ടോ. പിന്നെ ഇവിടെ ആക്കാനായിട്ട് പോകുന്നതാണ്. അവൻ വീട്ടിൽ പോയി. പിന്നെ നമ്മളും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബാക്കി നോക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കിലോമീറ്റർ എഴുതണം ഇന്ന് പോകാനുള്ളതിൻ്റെ. 175,956 സ്റ്റാർട്ടിങ്. ടു വയനാട്.
നമ്മൾ കിലോമീറ്റർ എഴുതി ഗൈസ്. ഇത് ഇങ്ങനെ മുന്നേ പോയ ട്രിപ്പിൻ്റെ എഴുതിയത്, ഇതിന് മുന്നേ പോയ ട്രിപ്പിൻ്റെത്, മുന്നേ പോയ ട്രിപ്പിൻ്റെത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കിലോമീറ്റർ സ്റ്റാർട്ടിങ്. ഓക്കെ, നമ്മൾ ഈ ബുക്ക് എടുത്തപ്പോൾ കുറേ പേപ്പറോടൊക്കെ താഴെ പോയി, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. കോച്ചമ്പറ നമ്മളിതാ നമ്മളെ ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ ചന്തക്കുന്ന് എന്ന സ്ഥലത്ത്, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ആളെ പിക്ക് ചെയ്യാനുള്ളത്. ബാറ്ററിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ലൈറ്റ് വന്നിട്ടില്ല. ആൾ വരുമ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. ഡിക്കിയിൽ സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്പൊന്നുമില്ലേ? ഇതാണ് നമ്മളെ പാക്കേജർ, നാത്തുൽ പാക്കേജർ. ദേശീയ ഭക്ഷണം ബിരിയാണി ഉണ്ട്, ദേശീയ ഭക്ഷണം ബിരിയാണി ഉണ്ട്. പച്ചമറേ നമ്മൾ നേരം വെളുത്തു, പോലെ പരിപാടിയായി. പോലടാ പച്ചമറ നമ്മുടെ യാത്ര അവിടെ ആരംഭിച്ചിരിക്കുന്നു ഗൈസ്. നമ്മുടെ ആ പാട്ട് വെക്കാനുള്ള പരിപാടിയിലാണ്. ഗൈസ് നമ്മുടെ ട്രിപ്പ് ഓണായിട്ടുണ്ട്. ഗൈസ് നമ്മുടെ എടവണ്ണ മുസ്ലിയാരങ്ങാട് എത്തി. നേരെ നമ്മളെ മഞ്ചേരി പോണ റോഡാണ്. നമ്മൾ നേരെ റൈറ്റ് വരുന്നത് അരീക്കോട്, അതുപോലെ കോഴിക്കോടൊക്കെ പോവാം. ഈ റോഡിനും കോഴിക്കോടൊക്കെ പോവാം. കുറച്ച് നല്ല റോഡ് ഇപ്പോൾ ഇതാണ്. റോഡ് ഇപ്പോൾ പണി കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറായിട്ടുള്ള അടിപൊളി റോഡാണ്. സുഖമായിട്ട് പോകാൻ പറ്റും. നമ്മളെ ഷാജേട്ടൻ മരണമാസ ഡ്രൈവിങ്ങിലാണ്. അച്ഛന്മാരെ നമ്മളിതാ മുക്കത്തെത്തിയിരിക്കുന്നു. പിന്നെ നേരത്താണ് വലിയ തിരക്കൊന്നുമില്ല ടൗൺ. നമ്മളിതാ ചുങ്കത്തെത്തിണ്ട്. ഇവിടുന്ന് ഈ ലെഫ്റ്റ് പോണ വഴി നേരെ കോഴിക്കോടേക്ക് റൈറ്റ്, അതായത് നേരെ കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊയിലാണ്ടി കണ്ണൂർ ഒക്കെ പോണ വഴിയാണ്. നമ്മളിവിടെ നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ താമരശ്ശേരി റോഡ് കൂടി. താമരശ്ശേരി ചുരം കയറി തുടങ്ങി. റബ്ബർ മാറ്റുമ്പോൾ കുത്തിക്കുക. അതൊക്കെ എപ്പോഴാ പരിഗണന ഞാനൊക്കെ വരും. നമ്മൾ 8:30 ആയപ്പോൾ നമ്മൾ ലക്കിടിയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിട്ടോ. നമ്മുടെ ഈ കടയിൽ ഏട്ടന്മാർ ഇവിടെ നിന്ന് തന്നെ കഴിച്ചോളാൻ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ നേരെ ഫസ്റ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൂരാണ്. എന്നൂർ ടിക്കറ്റിൻ്റെ കാര്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ടിക്കറ്റ് കിട്ടുന്നതന്നെ നമുക്ക് അവിടെ കയറും, ഇല്ലെന്ന് തന്നെ നമ്മൾ നേരെ അടുത്ത ലൈക്കിൽ പോകും. ഓക്കെ കൊച്ചന്മാരെ, നമ്മളിതാ നമ്മുടെ ലക്കിടി കഴിഞ്ഞു. നമ്മുടെ എന്നൂർ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് കേന്ദ്രം കയറുക. അത് വിചാരിച്ചാൽ അവിടെയാണ് വരിക. അവിടെ ആളിറക്കിയിട്ട് നേരത്തെ ചെയ്തു. ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്നൊരു വണ്ടി ഇവിടെ തിരിച്ചിട്ടു. നമുക്ക് അവിടെ കണ്ട് ഇറങ്ങിയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അതുവരെ നമുക്കിത് അവിടെ വെയിറ്റിംഗ് ആണ്. നാദിലേ കുളിക്കുക. ഇതിലടാ എടാ ഇതിലടാ
വെള്ളം വരില്ലടാ നോക്കി. അതിന് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് അല്ലേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. താത്തമാര് കുറെ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എടുക്കണില്ല. തരുന്നില്ലേ നമ്മളൊന്നും എടുക്കില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത് പോണ പൂക്കോട് ലേക്കാണ് ഗൈസ്. പൂക്കോട് ലേക്ക് നമ്മൾ നേരെ അപ്പുറം പോണത് ഒന്നെങ്കിൽ കാരപ്പ ഡാം അല്ലെങ്കിൽ ബാനാസുര ഡാം. നമുക്ക് അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ വിസിറ്റ് ചെയ്യാം. അതില് 3 ആദ്യം 2 വണ്ടിന്റെ മാനേജർ ഉണ്ട് വണ്ടിന്റെ. ഇപ്പൊ ഓനാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞാൻ ഇത് ബസ് കിടാൻ വാങ്ങിയ വെള്ള സർവീസ് അങ്ങനെ. അപ്പൊ ഈ 2 കുട്ടികളെ നിങ്ങളൊന്ന് ഡീൽ ചെയ്യണം. 25 വയസ്സുള്ള കുട്ടികളൊക്കെ ഞാൻ പഠിച്ചിരുന്നത്. ഇത് കൂട്ടിയാ കൂടുതല. ഈ അങ്ങനത്തെ പ്രായം പോലെ കണ്ട ഉണ്ണിയപ്പം ചാണ്ടാ. ഞാൻ ഉണ്ണിയപ്പം കഴിക്കൂല. ഇപ്പോൾ ഒരു 11:45 ആയപ്പോൾ നമ്മൾ ആൾക്കാർ വിളിച്ചത്. നമ്മളവിടെ നിന്ന് പിക്ക് ചെയ്തു. നേരെ എന്ത് ചെയ്തു, നമ്മൾ ലൈക്കിലിട്ട് വിട്ടു. അവിടെ ലൈക്ക് ചെന്നിട്ട് അവിടെ ആളിറക്കിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് നേരെ പാർക്കിങ് പോവാം. ഇനി ഇവിടെ നിന്ന് പോകണ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്താൽ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോകണം. പാർക്കിങ്ങിലേക്ക് ഇറങ്ങാൻ പോലും പാർട്ടിക്കാരിൽ കൊടുക്കാം. അല്ല 10 മടയൊക്കെ എടുത്താ എത്രയാണ്? കാല് കൊടുത്തുവാ. ബാബാ ഓരോ പാർക്കിങ്ങോട്ടുണ്ടാക്കാനല്ലേ. പൂക്കോട് ലൈക്കിൽ പാർക്കിങ്ങുള്ള അവസ്ഥയാണിത്. കുത്തലുള്ള ഇറക്കും. അടച്ചില്ലടാ. അങ്ങനെ കഴിച്ച് നമ്മളിതാ പാർക്കിങ്ങിന് വണ്ടി ഒന്നും തിരിച്ച് മറിച്ചിടാണ്. ഓക്കെ ഓക്കെ വാ. എന്താ എനിക്ക് പറയാലോ പറയും. ഇവിടെയൊക്കെ വന്നിട്ട് ഇറങ്ങണല്ലോ സമ്മതിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുക. വന്നിട്ട് മൂഞ്ചാ നിൽക്കണ്ട. ടയറും ഉണ്ടാവില്ല, കമ്പി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അജേട്ടൊന്ന് വയർത്തു. പിന്നെ ഒന്ന് വേർത്തു അച്ഛന്മാരെ ഒരു നാഗാലാൻഡിത്തെ വണ്ടി വന്നിട്ട് കുടുങ്ങിട്ടോ. പാർക്കിംഗ് ഇറക്കിയിട്ട് മുന്നോട്ട് ഇറക്കാൻ വയ്യ, ബാക്കോട്ട് ഇറക്കാൻ വയ്യ. നോക്കട്ടെ എന്താ ചെയ്യണം നോക്കട്ടെ. അട വെച്ച് കയറ്റല്ലേ വണ്ടി. ഫ്രണ്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ ഫ്രണ്ട് ഇറങ്ങാതെ ഒരു ലേശ
ലേശം നോക്കിയാൽ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടും. കറക്റ്റായി. തമ്പി ഓ ഫ്രണ്ട് ടേക്ക് കെയറോ. വീൽ ടൈറ്റ് ചെറുക്കനൊക്കെ കാല് പോവും. ബുദ്ധി പറഞ്ഞ തീരല്ല മെല്ലായിക്കേ ഒന്നൊരു കാലത്തെ വണ്ടി ഇറങ്ങൂലോ. ലാംഗ്വേജ് എന്താ പട്ട് ഓക്കെ. കിട്ടി പോന്നു. രണ്ടങ്ങനെ തന്നെ കയറ്റിക്കോ തൽക്കാലം. വണ്ടി നാഗാലാൻഡ് വണ്ടിയാണ്. ഇന്ത്യ അറിയോ? ഹിന്ദി ഇവർക്കൊക്കെ ഭാഷയുണ്ട്. ഇവരുടെ ഭാഷ നമ്മൾ ഇന്ത്യക്കാർക്ക് മനസ്സിലാവും. അഞ്ചാറ് മനസ്സിലാവില്ലേ? കേരള തമിഴ്നാട് കുട്ടിയെ ഞാൻ ചെന്നാൽ ഹിന്ദി പറഞ്ഞാൽ മതി. എറണാകുളം ചെന്നാലേ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ നമുക്ക് തിരിച്ചു പോവാം. ഫോണൊക്കെ ആളെ പിക്ക് ചെയ്യാം. ഇതാണ് അടുത്ത പരിപാടി. നമ്മളിതാ ലൈക്കിൻ്റെ അവിടെ നിന്ന് ആളെ പിക്ക് ചെയ്തു. നമുക്ക് നേരെ അടുത്ത സ്ഥലം പോവാം. കൽപ്പറ്റ ടൗൺ ഫുൾ ബ്ലോക്കാണ് ഗായ്സ്. നമ്മളിതാ കാരാപ്പുഴ ഡാമിൻ്റെ പാർക്കിങ്ങിലോട്ട് പ്രവർത്തിക്കുന്നു. മത്സരവും അല്ലെങ്കിൽ ആ ട്രാവലറിന് അപ്പുറത്ത് വിടാൻ പറ്റുമോ നമുക്ക്? അടുത്ത് വരും ഫുഡ് കഴിക്കണ്. സാറാ കൊണ്ടോട്ടല് ആ ചോദിച്ചത് നമ്മുടെ എന്നുള്ള പോലെ ബിരിയാണി തന്നെ കേട്ടോ ഫുഡ്. കാരാപ്പുഴ ഡാമിലെത്തി നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇറക്കിട്ടോ. ഇതാണ് കാരാപ്പുഴ ഡാം. ഓക്കെ, എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ മച്ചന്മാരെ നമ്മളിതാ നമ്മുടെ ആൾക്കാരൊക്കെ ഇറക്കി വണ്ടി സൈഡാക്കി ഇട്ടു. ഇനി ഇവിടെ എന്തായാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കഴിഞ്ഞിട്ടോ. 6 മണി ഗൈസ്. അവിടെ നമ്മൾ പിരിയാണ്. ഗൈസ് നമ്മളിതാ പാർക്കിങ്ങിൻ്റെ ആളെ കയറിക്കൊണ്ട് കേട്ടോ. എല്ലാവരും കയറിയുണ്ട്. നേരെ നാട്ടിൽ വേറെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ സ്ഥലം കാണുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. നേരെ നാട്ടിൽ അതിൽ ഉറക്കം വരുന്നുണ്ടോ? കുടുങ്ങിയില്ലേ? ആരാണ് അവിടെ എത്തിയിട്ടുണ്ടോ? ഞാൻ മൂപ്പരാണ്. നമ്മുടെ മുക്കം, കാഞ്ചനമാലയുടെ മുക്കം, മൊയ്തീൻ്റെ മുക്കം. നമ്മളെ വരുന്ന വഴിക്ക് നമ്മുടെ അരീക്കോട് നിന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിട്ടോ.
എന്തായാലും അരമണിക്കൂർ കൊണ്ട് അതെല്ലാം ഒരു മണിക്കൂർ എന്തായാലും ഞങ്ങളുടെ ഇവിടുത്തെ ടൈം എടുത്തു. അതിന് നേരെ നാട്ടിലേക്ക്. അങ്ങനെതാ ഞങ്ങൾ പിന്നെ ആളെയൊക്കെ ഇറക്കി നേരെ നമ്മുടെ ഷെഡിലേക്ക് തിരിച്ചു പോകുന്നോണ്ടിരിക്കുകയാണ്. ഫോണൊക്കെ ഒന്ന് ഡീസൽ അടിക്കണം. അത് കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഈ ഗ്രൗണ്ടിലെത്തിയിട്ടാണ് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചന്തക്കുന്നുള്ള താഴെ ചന്തക്കുന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് HP ഒരു പമ്പുണ്ട്. അത് അവിടെ നിന്നാണ് നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി, അതായത് ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മളിതാ ഷെഡിലെത്തിയിട്ട് അപ്പോൾ നമുക്ക് നാളെ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഡ്രൈവറായിട്ട് എന്ത് ചെയ്തു, നേരെ വീട്ടിൽ പോയി അടഞ്ഞു കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. നമുക്ക് കണക്ക് കൂട്ടിയിട്ട് സെറ്റാക്കിയിട്ട് നേരെ വണ്ടി കഴുകുക. അതാണ് നമുക്ക് അടുത്ത പരിപാടി. അപ്പോൾ ചമ്മറ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമുക്ക് ഇനി ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതായത് 4 മണിക്ക് ഞാൻ അടുത്ത ട്രിപ്പ് ഉണ്ട്. വണ്ടി കഴുകണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ മെയിൻ ദൗത്യം, അതായത് ഇത് നമ്മൾ ടോട്ടൽ എത്ര രൂപയ്ക്ക് എണ്ണ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 5310 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു. അതായത് കറക്റ്റ് ലിറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 55.64 ലിറ്റർ. ഓക്കെ, നമ്മൾ ഡീസൽ അടിച്ചു. ടോട്ടൽ നമ്മുടെ വണ്ടി ഓടിക്കണമെന്ന് വെച്ചാൽ 250 കിലോമീറ്ററാണ്. അതായത് ഷെഡ് ടു ഷെഡാണ് നമ്മൾ കിലോമീറ്റർ കണക്കാക്കിയുള്ളത്. 250 കിലോമീറ്ററാണ് നമ്മൾ മൊത്തം ടോട്ടലൊന്നും ഓടിയുള്ളത്. അതിനകത്ത് നമ്മൾ അടിച്ച ഡീസൽ 55.64 ലിറ്റർ. കാരണം നമുക്ക് എന്തൊരു ഹൈ റേഞ്ച് ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരം കയറില്ലേ, ചുരം ഇല്ലാന്നാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീസൽ ലാഭം ഉണ്ടായിരുന്നു. അന്നത് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്ലീനറായി ഡ്യൂട്ടി എടുത്ത ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഉണ്ടാക്കിയ സംഖ്യ എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ ചിലവൊക്കെ വെച്ച് ചിലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവർ കൊണ്ടുവന്നതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. നമ്മൾ ചായ കുടി, നമ്മൾ വെള്ളം മേടിച്ചത്, അങ്ങനെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ കഴിച്ചാൽ എനിക്ക് ഇന്ന് കിട്ടിയ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1420 രൂപയാണ് ഞാനിന്ന് ഏൺ ചെയ്തത്. ഓക്കെ, ഒരു ദിവസം എനിക്ക് കിട്ടിയ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1420. അത് ഓക്കെ, അതായത് ഇന്നലെ രാത്രി തുടങ്ങിയത്. രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് നമ്മൾ 5 മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടിയാണ്. 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണി. ടോട്ടൽ നമ്മൾ എടുത്ത ഡ്യൂട്ടി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 മണിക്കൂറാണ് ഗൈസ്. 17 മണിക്കൂർ ആലോചിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഡ്രൈവർക്ക് എത്ര കിട്ടിയെന്നുള്ളതും, അതുപോലെ ഇന്ന് എൻ്റെ മുതലാളിക്ക് എത്ര കിട്ടിയെന്നുള്ളതും, അതായത് ട്രിപ്പിൻ്റെ ഈ വണ്ടിയുടെ ബാലൻസ്, അതായത് മൊത്തം എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കിയുള്ള ബാലൻസ് എത്ര എന്നുള്ളതും അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു യാത്രയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാം കൂടി ഒന്ന് പറഞ്ഞതിൻ്റെ ഒരു രസം പോയില്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡ്രൈവർക്ക് എത്ര രൂപ കിട്ടും, നമ്മുടെ ഓണർക്ക് എത്ര രൂപ കിട്ടും, എത്ര എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എൻ്റെ എല്ലാ മച്ചന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്, സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചൂടൊക്കെ വേർത്തു ഇരിക്കുന്നു എന്തായാലും. ഏസ് ഇപ്പോൾ നമ്മുടെ വയനാട് ഓടി വന്ന വണ്ടിയാണിത്. കണ്ട ആകെ ചളിയും പൊടിക്കണേ. ഇത് മൊത്തം തൂത്ത് ഉടച്ച് വൃത്തിയാക്കി നേരെ അടുത്ത പാർട്ടിക്ക് കൊടുക്കണം. ഏകദേശം ഇപ്പോൾ സമയം വെച്ച് കഴിഞ്ഞാൽ 12 മണിയായി. നമുക്ക് 4 മണിക്കാണ് ഇനി അടുത്ത ട്രിപ്പ് പോകുള്ളത്. കറക്റ്റ് 4 മണിക്കൂറുണ്ട്. ആ 4 മണിക്കൂറുണ്ട് നമുക്ക് വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പരിപാടി നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ബൈ ബൈ കിട്ടേക്ക്.